ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു വണ്ടിയിൽ നിന്ന് ആരെങ്കിലും അടെടുത്തിട്ട് പോകുന്നു. ഭാഗ്യത്തിന് കിട്ടിയല്ലോ. അതെ ചേച്ചി, ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് ഭർത്താവിന് സംശയരോഗം എന്നല്ലേ? അതൊക്കെ പറ. ഇവിടുത്തെ ശീല ചേച്ചിക്ക് വേറൊരു പേരുണ്ട്, ഒളിഞ്ഞു നോക്കി ശീലാന്ന്. അവിടെ ഇവിടെ ഒളിച്ചും ഭാഗത്തൊക്കെ നിന്ന് ഓരോന്ന് കേട്ടിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ഇത് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് പീതാംബരൻ ചേട്ടൻ ഇവിടെ പണിക്ക് വിട്ടണത്. ചേച്ചി ഇതൊക്കെ ചേച്ചിയുടെ തോന്നലല്ലേ? ആരായിട്ടാണ് ചേച്ചിയുടെ ഭർത്താവിന് ബന്ധമുള്ളതെന്ന് ചേച്ചിക്ക് അറിയാം? അതറിയില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി ചേച്ചിയുടെ ഭർത്താവിന് സംശയമാണെന്ന് പറയണത്? എൻ്റെ ചേട്ടന് വിക്രം പീതാംബരൻ്റെ പേരുണ്ട്. നുണ പറയുമ്പോൾ കൂടും. ചേട്ടൻ നിങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോയാ? ഇല്ല, ഞാൻ പോയില്ല. വെറുതെ പറയല്ലേ? ഇല്ലടി, സത്യം ഞാൻ പോയിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ജോമി പറഞ്ഞല്ലോ കണ്ടുന്ന്. സത്യം പറ. ഞാൻ പോയി. ഞാൻ പിന്നെ ദിവസം കൊണ്ടോ കേട്ടോ. അതങ്ങ് പറഞ്ഞാ പോരെ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ തക്കുടൂനെ കുളിപ്പിച്ചതാ. ഒരാൾക്ക് ഒരാളുടെ കൊച്ചിനെ കുളിപ്പിക്കാനും പാടില്ല. ഈ വണ്ടിയൊക്കെ ഒന്ന് കഴുകിട്ട് പോക്കൂടെ? പിന്നെ കഴുകാന്ന്. നാട്ടുകാരൊക്കെ കണ്ട എന്താ പറയാ? പിന്നെ നാട്ടുകാരിലേക്ക് തഴുകുന്നത്. ഞാൻ നിനക്ക് ആ പഴയ ഫോൺ മേടിച്ച് ഞാൻ ഒരു പുതിയ ഫോൺ മേടിച്ചു കേട്ടോ. ആ കാശത്തിലുള്ള ആ തെണ്ടി ആ കാശ് തന്നോണ്ടേ. അതാരാ? ആ ബാലിച്ചേട്ടല്ലേ? അയാൾ ഇടയ്ക്കിടയ്ക്ക് തരുന്നില്ലെന്നല്ലോ. ഒറ്റടിക്കാന്നല്ലോ കുറച്ച്. ക്ലാസ് ഇല്ലേ? അത് ഞായറാഴ്ച അല്ലേ, നാളെ കൊണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ മഴ പെയ്താൽ മാത്രം നനയാറുള്ള ഞങ്ങളുടെ തക്കുടു ഇതെന്തീ ചെയ്യണേ? ഇത് മോട്ടറുള്ള വണ്ടിയാണ്. കഴുകിയാലും ചീത്തയായി പോകുന്നത്. ഞാൻ കഴുകിയാനല്ലോ. ഇത് നീ കഴുകിയാൽ ശരിയാവില്ല. പിന്നെ അങ്ങോട്ടത് ഒരു ദിവസമല്ല, പല ദിവസമായി. വെള്ളം കാണാത്ത ഞങ്ങളുടെ തക്കുടു എന്നും വെള്ളം കാണാൻ തുടങ്ങി. ഇതിലിപ്പോ എന്തെത്ര കാര്യം? ഒരാൾ അയാളുടെ വണ്ടി കഴുകി, അത്രയല്ലേ ഉള്ളൂ. അതങ്ങനെയല്ല. പിന്നെ ഈ മുടിയൊക്കെ നീരൊന്ന് വൃത്തിയായിട്ട് അത് അടിയൊക്കെ ഒടിച്ചൊന്ന് പൊക്കൂടെ? കൽപ്പണിയല്ലേ, വെയിലത്തല്ലേ പണി. ആരെ കാണിക്കാനാ? ഇതൊക്കെ മതി. പിന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഇതെന്തത്? ആൾക്കാര് ചോദിക്കണേ നിറച്ചല്ലാന്ന്. അപ്പൊ ഷേവ് എന്ന് വിചാരിച്ചു. പിന്നൊരു ദിവസം ഞാൻ നോക്കിയപ്പോ ജീവിതത്തില് ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത എന്റെ ചേട്ടൻ സിനിമാ പാട്ട് പാടാൻ തുടങ്ങി. അതെ, ഇതെന്തെങ്ങനെ? ചേട്ടൻ പണിക്ക് പോയില്ലേ? മടക്കി വെച്ച പോലെ തന്നെ ഇരിക്കണ്ടല്ലോ. ഇന്ന് മാർക്കായിരുന്നു. എനിക്കിവിടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നോക്കിക്കളായിരുന്നു. അതെ, 3-4 ദിവസമായിട്ട് ചേട്ടൻ പണിക്കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, മൈത്രേയൻ ചേട്ടൻ്റെ ഭാര്യ ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയും അതിൻ്റെ മുന്നത്തെ വ്യാഴാഴ്ചയും ഒന്നും ചേട്ടൻ പണിക്ക് പോയിട്ടില്ല എന്നും പറഞ്ഞല്ലോ. ഈ മൈത്രേട്ടല്ലേ മരപ്പണിക്കാരനാ, ഞാൻ കൽപ്പണിക്കാരനാ. ഈ മരപ്പണിക്ക് അവിടുത്തെ ഫുൾ വർക്ക് അവർക്കൂടെ പോരാൻ പറ്റുള്ളൂ. കോൺട്രാക്ട് ബാധിച്ചേട്ടനെ 3 സൈഡിൽ പണിയെടുപ്പുണ്ട്. ആലുവയിൽ, കറുകുറ്റിയിൽ, മാമ്പറയിൽ. ഞാൻ മിക്കവാറും പല പല സ്ഥലത്തായിരിക്കും. മനസ്സിലായ? നീ എപ്പോഴും മൈത്രേട്ടനെ കണ്ടത്? മൈത്രേയൻ ചേട്ടൻ ലക്ഷ്മി ചേച്ചി ബ്ലൗസ് തയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചതാ. പണ്ട് ഫോൺ എവിടെ വെച്ചോണ്ട് പോയാലും കുഴപ്പമുണ്ടായില്ല. ആകെക്കൂടെ കൊച്ചു ഫോൺ എടുക്കും, അതിനകത്ത് ഗെയിം കളിക്കും. എനിക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയില്ല. എന്റെ ഫോൺ ഇതേ ഇതാണ്. ഇതിലാകെ എനിക്ക് ഞെക്കി വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. നീ ആലോചിച്ചിട്ട് ഫോൺ ആലോചിച്ചിട്ടേ കൊച്ചു എന്ത് കൊച്ച് കൊച്ചു എന്ത് കാണാനായിട്ട്? എന്റെ അനുഭവോടെ എന്റെ ഫോണോ ഒന്നും തൊട്ടു പോരുത് നീ. മനസ്സിലായി? പിന്നെ ഒരു ദിവസം ഫോണിൽ ആരോട് സംസാരിക്കണുണ്ടായിരുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചപ്പോ അത് ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ അടുത്ത് പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് പറയത്.
ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ആ ഫോൺ കണ്ടിട്ടില്ല. ആ ഫോണും മാറ്റി പുതിയ നമ്പർ കൊടുത്തു. പിന്നെ എവിടെ പോയാലും ആ ഫോണും കൊണ്ടേ പോവുള്ളൂ. നേരത്തെ എവിടെ ഫോൺ വെച്ചാലും ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. പിന്നെ ഫോണെടുത്ത് പല പല സ്ഥലത്തായിട്ട് വെക്കാൻ തുടങ്ങി. ഞാനെടുത്ത് നോക്കാതിരിക്കാനാ. ഫോണിൻ്റെ പല ഭാഗങ്ങളെടുത്ത് പല പല സ്ഥലത്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് ഒരുമിപ്പിച്ചിട്ട് വിളിക്കും. നമുക്ക് മേലെ വീട്ടിൽ പോയി തുടങ്ങാം കേട്ടോ. അവിടെ AC ഉണ്ട്. അതെ, അമ്മയുടെ സംശയം മാറട്ടെ. പണ്ടിവിടെ മുകളിലത്തെ ഒരു വീട്ടിൽ വണ്ടി ഓടിക്കാൻ പോവായിരുന്നു. ആ ചേട്ടനും ചേച്ചി അമേരിക്കയിൽ പോയപ്പോൾ വീട് നോക്കാൻ വേണ്ടി ഇങ്ങനെ താക്കോലേൽപ്പിച്ചു. വല്ലപ്പോഴും കറണ്ട് പോകുമ്പോൾ മാത്രം പോയി താമസിക്കാറുള്ള ആ വീട്ടിൽ സ്ഥിരമായിട്ട് കൊച്ചിനെ കൊണ്ട് പോയി കിടക്കാൻ തുടങ്ങി. ഞാനവിടെ പണ്ടേ പോയി കിടക്കാറില്ല. എനിക്ക് വയ്യ വല്ലവൻ്റെ വീട്ടിൽ പോയി കിടക്കാൻ. ചെറുതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലേ. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേ ഈ പണിക്ക് വേണം മുണ്ട് ഷർട്ടിൻ്റെ കൂടെ വേറൊരു പാൻറ് ഷർട്ടും തേച്ച് വയ്ക്കണം. അങ്ങനെ ഞാനതിൻ്റെ പിറ്റേന്ന് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു തലേ ദിവസം ആ പാൻറ് ഷർട്ട് തേച്ചുകൊണ്ട് പോയാലും അന്ന് തന്നെ ആ പേപ്പർ കിട്ടിയാലും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. ചേട്ടാ, നിങ്ങളൊന്ന് പണിക്ക് പോയില്ലേ? പിന്നീട് ഞാൻ എല്ലാം എഴുതിയിടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ മാസത്തെ 3-ാമത്തെ വ്യാഴാഴ്ച, അതായത് 23-ാം തീയതി, ചേട്ടൻ പണി സമയത്ത് ഇടണം മുണ്ട് ഷർട്ടും അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു. അതേപോലെ തന്നെ പിറ്റേ മാസം 27-ാം തീയതി പണിക്ക് പോണേൻ്റെ തലേ ദിവസം വേറൊരു പാൻറ് ഷർട്ടും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടൊന്നും തക്കടൂനെ കുളിച്ച തീയതികളൊക്കെ കൂട്ടിവെച്ച് ഞാൻ മൈത്രേയൻ ചേട്ടൻ്റെ ഭാര്യ ലക്ഷ്മി ചേച്ചി ബ്ലൗസ് വാങ്ങാൻ. തീയതി ഒന്നും എനിക്ക് അറിയില്ല, എല്ലാ ദിവസവും പണിക്ക് വന്നുണ്ട്. നീ TV കണ്ട് കണ്ട സീരിയൽ കണ്ടോ നീ ചീത്തയാവണത്? അത് നിന്റെ ഫോൺ ഫോൺ ആലോചിച്ചാണ്. ഇത് ആരുടെ നമ്പറാണ്? ഇത് ഷീല ചേച്ചിയുടെ. ശീല തയ്ക്കണ വീട്ടിലെ. ഇത് ഞാൻ വന്നിട്ട് ഇട്ട് തരാം കേട്ടാ. നീ ഇട്ടിട്ട് തന്നത് കേട്ടാ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പണ്ട് സ്വന്തം ഭാര്യ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോയ ചരിത്രമുള്ള ഒരു പുള്ളിയുണ്ട് ഇവിടെ, പലചരക്കട നടത്തുന്ന നന്ദൻ ചേട്ടൻ. അവർക്ക് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ഇവിടെ നല്ല ഡോക്ടർമാർ അതിലുണ്ടോ? എനിക്കറിയില്ല. നിന്നെ പൊട്ട കളിപ്പിക്കുന്നതാ. നീ വെറും പൊട്ടനാ. അവൾക്ക് വേറെന്തോ ബന്ധമുണ്ട്. അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. അവക്ക് അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. നീ ലോകത്തൊന്നും അല്ലേ. നീ പേപ്പറൊന്നും വായിക്കാറില്ലേ? 2 കുപ്പി കള്ളു കൊടുത്താൽ ഈ നാട് മുഴുവൻ ഉടുക്കൂട്ടി പാടണ പാണൻ ഷൺമു ഇവിടുത്തെ ഓട്ടോക്കാരനാണ്. പണ്ട് പീതാംബരൻ ചേട്ടൻ ഇയാളും കൂടിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും രാത്രി കാറിൽ നിന്ന് സംസാരിച്ചപ്പോൾ അനാശാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറിയിട്ടേ ഇവിടുത്തെ ഇടിയനസൈ പിടിച്ച് നല്ല ഇടി കൊടുത്തതാണ്. എന്നിട്ടും പഠിച്ചിട്ടില്ല. എന്നാലും ഈ സുനിതയ്ക്ക് ഇത് എന്ത് പറ്റി? നിന്നെങ്ങനെ സംശയിക്കാം? നീ പറഞ്ഞ പോലെ വല്ല ആശുപത്രി കൊണ്ട് കാണിക്കേണ്ടി വരും. എവിടെ വെള്ളം കൊണ്ടോ? നിനക്കറിയാല എനിക്ക് അനാവശ്യമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലെന്ന്. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഡൈവേഴ്സ് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. എനിക്കത് പറ്റില്ലടാ. ഇനി നീ ഇത് ആരോടും പറയല്ലോ, പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡില്. നാട് മൊത്തം അറിയും. ഞാൻ ആരടുത്ത് പറയാനടാ? പിറ്റേന്ന് മുതൽ നാട്ടിൽ മുഴുവൻ എൻ്റെ സംശയരോഗം പാട്ടായി. മാമ്പ്ര ഓട്ടോ സ്റ്റാൻഡില്ലേ തൊഴിലുറപ്പ് നടത്തുന്ന ചേച്ചിമാരുടെ ഇടയിൽ. പിന്നെ ഒന്നും പറയണ്ട, നാട്ടിൽ മുഴുവൻ എൻ്റെ പേര് ഭർത്താവിന് സംശയരോഗിയെന്നായി. എന്താ സുനിത, അവര് കള്ളു കുടിച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല, കുടുംബം നോക്കല്ലേ?
കുടുംബജീവിതം ഇല്ലാണ്ടാക്കരുത്. ഇവൻ ഒറ്റ ഏഴാം ക്ലാസ് മാത്രമുള്ള പെണ്ണിനെ കെട്ടാനായത്. അങ്ങനെയൊന്നുമില്ല. ബസ്സുകാരൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വീട്ടുകാരെ വിളിച്ചോണ്ട് വന്നതാ. പിന്നെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല അവൻ മയങ്ങിയത്. മതി എല്ലാവരും അവിടെ വെക്കിട്ടരുത്. ഞാൻ സഹിച്ചോളാം. ഇവർക്ക് പറ്റുന്ന ഒരു ഡോക്ടറെ അടുത്ത് കയറട്ടെ. സുനിതയ്ക്ക് ഈ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാൻ അറിയാവോ? അറിയില്ല സാറേ. എന്നാ ശരി. റിമോട്ട് വെച്ച് ചാനൽ മാറ്റാൻ അറിയാവോ? അറിയാം. 90 സൂര്യ TV, 92 വെച്ച് ഏഷ്യാനെറ്റ്, 96 ഫ്ലവേഴ്സ്. 100 എന്താണെന്നറിയോ? അതറിയില്ല. ഈ സുനിത എന്താണ് 6ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയത്? ഞങ്ങളൊരു വാടക വീട്ടിലാണ് സാറേ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛന് താറാവിനെ നോക്കണ പണിയാണേ. അപ്പം ഒരു 6ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ചു പറ്റാവുന്ന പോലെ. പിന്നെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ഞാൻ തന്നെ നിർത്തി. അപ്പുറത്തെ വീട്ടുകാർ ഗൾഫിൽ പോയപ്പോൾ അവരുടെ തയ്യൽ മെഷീൻ എനിക്ക് തന്നു. അന്ന് ഞാൻ അവിടെ തയ്ക്കാനൊക്കെ പോകാറുണ്ട്, അവിടുത്തെ ചേച്ചിനെ സഹായിക്കാൻ. പിന്നെ അങ്ങനെ തയ്യലായി. പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഈ തരുന്ന മരുന്നുകളൊക്കെ റെഗുലറായിട്ട് കഴിക്കണം. അപ്പോൾ അത് മാറിക്കോളും. സുനിത ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. പീതാംബരന് ആരുമായിട്ടും ബന്ധമില്ല. സുനിത പറയുന്ന പോലെ അങ്ങനെ ഒരു പെണ്ണ് ഇല്ല. മനസ്സിലായില്ലേ? അതെ, ഡോക്ടർ വരെ പറഞ്ഞു ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നു. അപ്പോ ഇതൊക്കെ ചേച്ചിയുടെ തോന്നലാണെങ്കിലോ? അങ്ങനെയാണെങ്കിലോ? അതിനാണ് ഞാൻ എന്നെ ഒന്ന് സഹായിക്കാനെന്ന് പറഞ്ഞ ഒരാളെ തപ്പിക്കൊണ്ട് നടന്നേ. ഈ നാട്ടിൽ നിന്ന് ഒരാളും എന്നെ സഹായിക്കില്ല. ഇൻസ്പെക്ടർ കണ്ടപ്പോൾ എന്നെ സഹായിക്കാൻ സാധ്യതയുള്ള ഒരാളാന്ന് എനിക്ക് തോന്നി. അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടാ അന്ന് ഞാൻ ആ ആടയുടെ ഇടയിൽ കത്ത് വെച്ച് തന്നു. ഞാൻ എങ്ങനെ സഹായിക്കുമെന്നാ പറയണേ? തലേന്ന് ചേട്ടൻ പണിക്കിടണ മുണ്ടും ഷർട്ടും മടക്കി വെക്കണേൻ്റെ കൂട്ടത്തിൽ വേറൊരു പാൻറ് ഷർട്ടും കൂടി തേച്ച് വെച്ചാൽ അതിൻ്റെ അർത്ഥം പുള്ളി പിറ്റേ ദിവസം പണിക്കല്ല പോണേന്നാ. ഞാൻ അപ്പം വിളിച്ചു പറയാം. അപ്പോൾ ഒന്ന് പുറകെ പോയാൽ മതി. ചേട്ടൻ രാവിലെ പണിക്ക് പോണേ 8 മണിക്കല്ലേ? അതെ. അപ്പൊ ഞാൻ ഇത്രയും ദൂരം അവിടെ നിന്ന് 6:00 ഇറങ്ങിയാലേ ഇവിടെ 8 മണിക്ക് എത്തുള്ളൂ. ഞാൻ കാല് പിടിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ദിവസം. നടക്കണ കാര്യല്ലേ ചേച്ചി? അതോടുകൂടി എൻ്റെ ഈ സംശയരോഗം മാറിയാലോ? ഒന്നില്ലെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യല്ലേ? വേറെ ആരും എന്നെ സഹായിക്കാനില്ലാത്തോണ്ടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. ഇനിയുണ്ട്? അതെ, എൻ്റെ ഫോൺ എപ്പോഴും എടുത്ത് നോക്കും. അപ്പൊ അറിയാണ്ട് എങ്ങനെ ഇൻസ്പെക്ടറുടെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അതുകൊണ്ട് അങ്ങേര് ഷർട്ട് തേച്ച് കഴിഞ്ഞാൽ ആ കാര്യം എനിക്ക് ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഒരു ഫോൺ വേണം. ഒരു 2 ദിവസത്തേക്ക് മതി. പിന്നെ ഫോൺ തരുമ്പോ ഇതുപോലത്തെ ഒരു ഫോൺ മതി കേട്ടാ. എനിക്ക് വിളിക്കാനും എടുക്കാനും മാത്രം അറിയുള്ളൂ. അയ്യോ, അളവെടുക്കാൻ മറന്നൂലോ. അതെ, പിന്നെ നാളെ വരുമ്പേ ചുരിദാറിന്റെ തുണി തയ്ക്കാൻ കൊണ്ടിരുന്നു എന്നുള്ള പോലെ തന്നാ മതി കേട്ടാ ഫോണ്. അപ്പൊ അതാവുമ്പോ ശീല ചേച്ചിക്ക് പ്രശ്നമില്ലല്ലോ. ചുരിദാറിന്റെ തുണി മേടിക്കാൻ ഞാൻ കാശ് തരട്ടെ? അയ്യോ വേണ്ട. ഡോക്ടർ ഒന്ന് മരുന്ന് കഴിച്ചു തുടങ്ങിയ? അത് ഞാൻ അപ്പൊ തന്നെ അപ്പുറത്ത് തൊട്ടിക്കൊണ്ട് കളഞ്ഞു. അപ്പൊ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലത്തിന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഒരു മിനിറ്റ്. എന്താടി നിന്റെ ഒരു ബേസ് മോഡൽ ഫോൺ എടുത്തൊന്നുമില്ല, ഒന്ന് പോയേ. എന്താടി? ഒരാവശ്യത്തിന്. ഇല്ലടി ഇല്ല. ഡി കോൺസ്പിയുടെ കയ്യിൽ കാണും. 5G വന്ന് റേഡിയേഷൻ കൂടി വാക്സിൻ എടുത്തവർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരു ബേസ് മോഡൽ ഫോൺ വേണമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ കയ്യിൽ ഉറപ്പായിട്ട് കാണും. എന്തിനാടി നിനക്ക് ബേസ് മോഡൽ ഫോൺ? ഒന്നുമില്ല. ഡി അന്ന് പറഞ്ഞ മറ്റേ കാര്യം എന്തായി? ഏത് കാര്യം? പോളിസി. ഒന്ന് പോയേടി. ഇതാണ് ഐഫോൺ എന്നുവെച്ചാ? അതായത് എന്റെ ഫോൺ. കൊള്ളാടി. 5G വരും തിരിച്ചറിഞ്ഞ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടല്ലോ. വെരി ഗുഡ്. ബേസ് മോഡലാ. ഇത് ഞെക്കിയ കോള് പോവും, ഇത് ഞെക്കിയ കട്ടാവും. 600 രൂപയുള്ളൂ. ബംഗാളി ബസാറിൽ നിന്ന് വാങ്ങിയതാ. നീ എടുത്തോ. സിം എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്, ഞാൻ അതിട്ടോളാം. ശരി. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നാണ് ചുരിദാറിന്റെ തുണി ഞാൻ തോന്നുന്നു. ചേച്ചി, ഫോൺ അകത്തുണ്ട്. ഇടത്തേക്കിയ കോള് പോവും, വലത്തേക്കിയ കട്ടാവും. ഡി നീ ഇതിനാണോ എന്റെ ഫോൺ കൊണ്ടുപോയേ? ഇതറിഞ്ഞായിരുന്നു ഞാൻ എന്റെ ഫോൺ തരത്തില്ലായിരുന്നു. എടി, ഒന്നുമില്ലെങ്കിൽ അവർക്ക് മര്യാദയ്ക്ക് ഫോൺ യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. എങ്ങാനും അവരുടെ കെട്ടിയവനിടയ്ക്ക് ആ ഫോൺ എടുത്ത് നോക്കിയാലോ? അതെ, നിന്റെ സിം അതിനകത്തുള്ളത്. എന്റെ ഫോണും. ഓ, എനിക്കെന്തോ അപ്പത്താവേശത്തിന് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. ഞാൻ ഏതായാലും ഈ സുനിതനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഈ സുനിതയുടെ കാര്യം ചോദിക്കാൻ കാരണം എന്താണ്? അതൊന്നും ഇല്ല സാർ. എന്റെ ഫ്രണ്ട് ആക്ച്വലി അവരുടെ വീടിനടുത്താ വർക്ക് ചെയ്യുന്നത്.
അപ്പൊ അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ സംശയമാണെന്നോ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൾ അപ്രോച്ച് ചെയ്തിരുന്നു. അതാ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചേ. ഓ അത് സംശയിക്കണ്ട, അതൊരു വട്ട് കേസാ. അത് വിട്ടേക്കാൻ പറ. അപ്പൊ മറക്കണ്ട, ഇവ ഒരു 15 വരെയെങ്കിലും ഓൺലൈൻ ക്ലാസ്സിന് കൊണ്ടുവന്നേക്കണം. എന്റെ സാറാ, അവര് കണ്ട സൈക്കാട്രിസ്റ്റ് അടിപൊളിയാടി, ഡോക്ടർ ജയസൂര്യ. സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് പറ്റാത്തൊരു കേസ് ഞാൻ സാറിനെ റെഫർ ചെയ്ത് കൊടുത്തേ. ഇതാ ചേച്ചിയുടെ തോന്നലാവാനാ സാധ്യത. ചേട്ടന് കുറച്ച് രാഷ്ട്രീയത്തിൽ പിടിപാടും തല്ലുണ്ടെന്നാണ് അവള് പറഞ്ഞു കേട്ടത്. ഇനിയിപ്പൊ ചേച്ചി പറയുന്നത് കേട്ട് അവൾ അങ്ങേരെ ഫോളോ ചെയ്യുന്നതിന്റെ ഇടയില് പുള്ളി പിടിച്ചാലോ? റിസ്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല.